കാലടി സംസ്കൃത സർവകലാശാലയിലെ എസ്.എഫ്.ഐയുടെ ശവസംസ്കാര പ്രതിഷേധത്തിൽ വി.സി. ഡോക്ടർ സിസ തോമസ് ഗവർണർക്ക് പരാതി നൽകി. കയ്യേറ്റം ചെയ്തെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും ഔദ്യോഗിക വാഹനത്തിന് കേടുപാട് വരുത്തിയെന്നും പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, DGP, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി എന്നിവർക്കും പരാതി നൽകി. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, ഡോക്ടർ സിസ പരാതി നൽകിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് പരാതിയിൽ പറയുന്നത്? KP, കഴിഞ്ഞ ദിവസമാണ് കാലടി സംസ്കൃത സർവകലാശാലയിൽ SFI പ്രവർത്തകരും ഒരു കൂട്ടം വിദ്യാർത്ഥികളും ചേർന്ന് VC-യുടെ അധിക ചുമതലയുള്ള അല്ലെങ്കിൽ VC-യുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്നതായിട്ടുള്ള ഒരു പ്രതിഷേധാത്മക സമരം അവിടെ സംഘടിപ്പിച്ചത്. ഇത് മാത്രമല്ല, VC-ക്കെതിരെ അധിക്ഷേപ അടക്കം നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവത്തിലാണിപ്പോൾ ഡോക്ടർ സിസ തോമസ് ഗവർണറെ നേരിട്ട് കണ്ടതിന് ശേഷം ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ കൃത്യമായി തന്നെ തനിക്കുണ്ടായ ദുരനുഭവങ്ങളടക്കം വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരാതിയുടെ ഉള്ളടക്കം ഇത്തരത്തിലാണ്: ഒരു സംഘം വിദ്യാർത്ഥികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും തന്നെ കയ്യേറ്റം ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. കൂടാതെ തന്നെ മാനസികമായി പീഡിപ്പിച്ചു, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ഔദ്യോഗിക വാഹനത്തിന് കേടുപാടുകൾ വരുത്തി, തന്നോടൊപ്പം ഉണ്ടായിരുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളെയും പേഴ്സണൽ സ്റ്റാഫുകളെയും ആക്രമിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി ഗവർണർ, ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നൊരാവശ്യമാണിപ്പോൾ ഡോക്ടർ സിസ തോമസ് ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ടതിന് ശേഷം നൽകിയിട്ടുള്ള പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഗവർണർക്ക് മാത്രമല്ല, സംസ്ഥാന മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, DGP, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കാലടി സംസ്കൃത സർവകലാശാല കോമ്പൗണ്ടിന് ഉള്ളിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം അവർ സംഘടിപ്പിച്ചത്. പ്രതിഷേധം എന്നതിനപ്പുറത്ത് ഈ വിഷയം വലിയ രീതിയിൽ രാഷ്ട്രീയമായി ചർച്ച വഴിവെച്ചിട്ടുണ്ട്. കാരണം സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് SFIയും ചില വിദ്യാർത്ഥികളുമൊക്കെ നടത്തുന്ന ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ സർവകലാശാലയുടെ സമാധാന അന്തരീക്ഷം കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ചോദ്യം ചെയ്യപ്പെടുകയാണ്, ചർച്ചയാവുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം കാലടി സംസ്കൃത സർവകലാശാലയിൽ തനിക്കുണ്ടായ ദുരനുഭവവും ഒപ്പം തന്നെ തന്നെ കയ്യേറ്റം ചെയ്യാനടക്കം ശ്രമിച്ച വിദ്യാർത്ഥികളുടെ ഈ നടപടിയിൽ ഇപ്പോൾ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇനി ഗവർണർ ഇതിൽ ഏതു തരത്തിലുള്ള നടപടി എടുക്കുമെന്നുള്ളതാണ് ഒരു ഭാഗത്ത് കണ്ടറിയേണ്ടത്. മറുഭാഗത്ത് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഏതു തരത്തിലുള്ള നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഔദ്യോഗികമായി പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ഒരു പ്രതികരണങ്ങൾ പല അടുത്തുനിന്നും വന്നത്. പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായി പരാതി ലഭ്യമായിരിക്കുന്നു. പരാതിയിൽ ഏതു തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഡോക്ടർ സിസ തോമസ് പരാതി നൽകിയിരിക്കുകയാണ്. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് മടങ്ങിയെത്താം.